+2 കുട്ടികൾക്ക് ഇപ്പോൾ ടെൻഷൻ ഒഴിഞ്ഞ് സമയമില്ല അല്ലേ. ഫോക്കസ് ഏരിയ വന്ന് മീൻസ് മുഴുവൻ പഠിക്കാതെ ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഫോക്കസ് ഏരിയ വന്നു, ഓക്കെ, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ A+ കിട്ടുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അങ്ങനെയാണ്. 56 മാർക്കിന് 80 മാർക്കിൻ്റെ എക്സാമിനാണെങ്കിൽ 56 മാർക്കിനെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ബാക്കി 24 മാർക്ക് എന്ന് പറയുന്നത് നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നേക്കുന്നത്. അപ്പം ഇതിനെതിരെ ഭയങ്കരമായ പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. നിങ്ങൾ കുട്ടികളും അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ഫോക്കസ് ഏരിയ എന്ന് തന്നെ ചോദിക്കണം, ഫോക്കസ് ഏരിയ എന്ന് ചോദിച്ചാൽ A+ കിട്ടണം എന്നുള്ളൊരു വാശിന്ന് വേണമെങ്കിൽ പറയാം, വാശിയിലിരിക്കുകയാണല്ലേ. അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ പഠിക്കുള്ളൂ എന്ന് പോലും വിചാരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഒരു തീരുമാനമൊക്കെ ഒരു സൈഡിൽ, നിങ്ങളാണ് ഇവിടെ ഇപ്പം പ്രശ്നത്തിലായിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, നിങ്ങളിപ്പോൾ ഈ ഒരു ടെൻഷനിലിരിക്കും, ഫോക്കസ് ഏരിയ പഠിക്കണോ, അത് പഠിക്കണോ, ഇത് പഠിക്കണോ, എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുകയില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, എനിക്കെല്ലാം കൂടെ പഠിക്കാൻ ഇനി സമയമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പഠിക്കാണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം. മീൻസ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, അതിനെതിരെ ഇഷ്ടം പോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അധ്യാപകർ, അതുപോലെ തന്നെ അധ്യാപകരുടെ കുറേ സംഘടനകൾ, അവരെല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു എന്താ പറയുക ഗവൺമെൻറ് പറയുന്ന ഇത്രയേ ഉള്ളൂ, ജൂണിൽ തൊട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങി, അതുകൊണ്ട് തന്നെ പോർഷൻസ് കൂടുതൽ കവർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണ് പോർഷൻസ് തീർക്കാൻ പറ്റുക, അതുപോലെ തന്നെ കുട്ടികളെ മനസ്സിലാക്കി എടുപ്പിക്കുന്നത്, അതിലെല്ലാം ഉള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ. ഓൺലൈൻ ക്ലാസ്സിലൂടെയുള്ള പഠനവും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന അത്രയും പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ പല അധ്യാപകർക്കും സാധിച്ചിട്ടില്ല. അപ്പം അതനുസരിച്ച് ഇപ്പോൾ നവംബറിലാണ് ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയത്. നവംബറിൽ തുടങ്ങി, ഇപ്പോൾ ഡിസംബറായി ജനുവരി പകുതിയായി. അപ്പോൾ വിചാരിച്ചത്ര പോർഷൻസ് ഒന്നും നീങ്ങിയിട്ടില്ല. പല സ്കൂളുകളിലും എന്താ പറയുക മുഴുവനൊന്നും തീർക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടെക്സ്റ്റ് മുഴുവൻ പഠിക്കണം, എന്നാൽ മാത്രമേ A+ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് നവംബറിൽ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയ പിന്നെയാണ് പല സ്കൂളുകളിലും പല അധ്യാപകർക്കും കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത പോർഷൻസും കൂടെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് എടുത്തു കൊടുത്താൽ മാത്രമേ അവരെ എന്താ പറയുക ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റൂ, +2ൻ്റെ ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള ടൈം വേണം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള പോർഷൻസ് തീർക്കാത്ത പോർഷൻസ് തീർക്കാനുള്ള സമയം വേണം. അതെല്ലാം കൂടി ഈ 2 മാസം കൊണ്ട് ഓടിച്ചു വിട്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 മാസം മുന്നിലുണ്ട്, മാർച്ച് 31 +2ൻ്റെ എക്സാം തുടങ്ങും. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയ തന്നു, ഓക്കെ, എങ്കിലും ഫോക്കസ് ഏരിയ മാത്രമായിട്ട് ചോദ്യങ്ങൾ വരണ്ടേ? അതുമില്ല, മുഴുവൻ ടെക്സ്റ്റ് പഠിക്കണം, എങ്കിലും മാത്രമേ ഫുൾ A+ കിട്ടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, അധ്യാപകർ അതിനെതിരെ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് അത് ഏറ്റവും വലിയ ബേർഡൻ ആവും. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടികൾ ഈ ഒരു സമയത്ത് ആ പ്രതിഷേധത്തിലും അതിലും എല്ലാം ഇടപെടാതെ എന്താ പറയുക അതിന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ട് ഫോക്കസ് ഏരിയ മാത്രമാക്കി തന്നാലേ ഞാൻ പഠിക്കുള്ളൂ എന്ന് വിചാരിക്കാണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം ഇപ്പോൾ പഠിക്കുക. കാര്യം ക്ലിയർ ആണല്ലോ. ഫോക്കസ് ഏരിയ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഫോക്കസ് ഏരിയ മുഴുവൻ പഠിക്കുക. ആ ഒരു പഠിത്തം കഴിയുമ്പോഴത്തേനും ചിലപ്പം ഈ ഒരു പ്രതിഷേധവും കാര്യങ്ങളെല്ലാം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ആ ഒരു പോസിറ്റീവായിട്ട് തീരുമാനിക്കുന്ന കാര്യം എക്സാമിൻ്റെ തൊട്ടടുത്താവുമ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം വരുന്നതെങ്കിലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഇപ്പം നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഫോക്കസ് ഏരിയ മാത്രം തന്നാലേ പഠിക്കാം, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം ചോദ്യം വരുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു അവസാനം എക്സാമിൻ്റെ ടൈം ആവുമ്പോഴത്തേനുമാണ് അങ്ങനെ ഒരു തീരുമാനം വരുന്നതെങ്കിൽ നിങ്ങളപ്പോൾ ഫോക്കസ് ഏരിയയും പഠിച്ചിട്ടില്ല, നോൺ ഫോക്കസ് ഏരിയയും പഠിച്ചിട്ടില്ല, ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. സോ ആ ഒരു കൂടുതൽ ടെൻഷൻ അപ്പോൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്, ആ ഫോക്കസ് ഏരിയ നന്നായിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ ഒരു പോർഷൻ പോലും വിട്ട് കളയാണ്ട് പഠിക്കണം. ഫോക്കസ് ഏരിയ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ പാഠത്തിനും 1, 2, 3 പോർഷൻസ് മാത്രമേ വിട്ട് കളഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാം തന്നെ ഫോക്കസ് ഏരിയയിലുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഫോക്കസ് ഏരിയ തന്നെയായിട്ട് പഠിച്ചു കഴിയുമ്പം
ഫോക്കസ് ഏരിയ തന്നെ ഇപ്പം പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഈ ഒരു റൂളിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഫോക്കസ് ഏരിയ സെക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവസാനം റൂളിൽ മാറ്റം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മീൻസ് നോൺ ഫോക്കസ് ഏരിയ പഠിക്കാനുള്ള എളുപ്പ വഴികളും അതെങ്ങനെ പെട്ടെന്ന് പഠിക്കാം അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് അത് എളുപ്പത്തിൽ പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പം നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഫോക്കസ് ഏരിയ പഠിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ഫോക്കസ് ഏരിയ കുറച്ചായിട്ട് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. മീൻസ് അപ്പോഴും ഞാൻ പറയുന്നു, അവസാനം ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പ്രതികൂല സാഹചര്യം അപ്പം അനുകൂലമാകാം. പക്ഷെ ആ അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിപ്പം ഫോക്കസ് ഏരിയ പഠിക്കണം. അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ +2 കുട്ടികൾക്ക് അറിയാം, മീൻസ് SSLC കുട്ടികൾക്ക് വേറെ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. SSLC കുട്ടികൾക്ക് ഇനിയുള്ള പബ്ലിക് എക്സാം അവരുടെ ഫോക്കസ് ഏരിയ അവർക്ക് വന്നിട്ടുണ്ട്. SSLC കുട്ടികൾ എന്ത് ചെയ്യുക, ഫോക്കസ് ഏരിയ നന്നായിട്ട് പഠിക്കുക. നോൺ ഫോക്കസ് ഏരിയയിലുള്ളത് അവസാനം എന്തെങ്കിലും റൂള് മാറ്റമില്ലെങ്കിൽ അതെങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കുക, അത് മീൻസ് ഫോക്കസ് ഏരിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നോൺ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് ഇച്ചിരി ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ഫോക്കസ് ഏരിയ എന്തായാലും പഠിക്കുക. +2 കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു. +2 കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, +1ന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. അപ്പം ആ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിനും പഠിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ +2ന്റെ കാര്യം കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് +2ൽ ലാബ് എക്സാമും വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദ്യം വന്നാലും A+ കിട്ടിയാൽ അപ്പോൾ പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്, അല്ലെങ്കിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ഒരാഴ്ച നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാർക്ക് ഇംപ്രൂവ് ആയി കിട്ടണമെന്ന് നിർബന്ധമുള്ള കുട്ടികൾ ഈ ഒരാഴ്ച നന്നായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയിപ്പം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് രജിസ്റ്റർ എന്നെ കൊണ്ട് ഇംപ്രൂവ് ആക്കാൻ പറ്റുകയില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളില്ലേ, മീൻസ് എത്ര ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇംപ്രൂവ് ആവുകയില്ല എന്നുള്ളൊരു തോന്നലുള്ള കുട്ടികൾ ആ ഒരു സമയം മീൻസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും പഠിക്കുക, അതിൻ്റെ കൂടെ +2 കൂടെ പഠിക്കുക കേട്ടോ. പിന്നെ ലാബ് എക്സാം വരുന്നുണ്ട്, ലാബ് എക്സാമിന് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് മുഴുവൻ ഇപ്പോൾ പഠിക്കാൻ നിൽക്കണ്ട, ഫോക്കസ് ഏരിയ സെക്ഷൻസ് മാത്രം പഠിച്ചു പോവുക. ഞാനാണെങ്കിലും മുന്നോട്ട് മാത്സിൻ്റെ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം മാത്സിൻ്റെ ഫോക്കസ് ഏരിയ സെക്ഷൻസ് മാത്രമായിട്ട് ഞാൻ ക്ലാസ് എടുത്തു പോകും. അത് കഴിഞ്ഞിട്ട് മീൻസ് നമുക്ക് നോക്കാമല്ലോ, എന്തായാലും ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും എക്സാം മാർച്ചൊക്കെ ആവും, ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മീൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോക്കസ് ഏരിയയിൽ നിന്ന് എത്ര % ചോദ്യം ചോദിക്കും, അതൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മുന്നിൽ കണ്ട് നിങ്ങളിപ്പോൾ ഫോക്കസ് ഏരിയ പഠിക്കും. ഇപ്പം നിങ്ങൾ മുഴുവൻ ടെക്സ്റ്റും പഠിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു ഫോക്കസ് ഏരിയ സെക്ഷൻസ് നന്നായിട്ട് പഠിക്കണം. അവസാനം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ റൂള് മാറ്റുമ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയ ഇനി ആ ഫോക്കസ് ഏരിയ എങ്ങനെ പഠിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഫോക്കസ് ഏരിയ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മീൻസ് നിങ്ങൾക്ക് ബെറ്റർ ആവുന്ന രീതിയിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗവൺമെൻറ് തീരുമാനം ആവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു 2 മാസം ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളും അതിൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം ഓരോരോ എക്സാമും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അധ്യാപകരായിക്കോട്ടെ എല്ലാവരും ഈ ഒരു പ്രതിഷേധങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പവർ കാണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഉത്തരവാദിത്വം ഇപ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം ഇനിയുള്ള ഒരു എന്താ പറയുക ഫെബ്രുവരി മാർച്ച് എക്സാം കഴിയുന്ന വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ക്രൂഷ്യൽ ടൈം തന്നെയാണ്. കാരണം ഈ ഒരു +2ൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ജോലി വേണം, എങ്ങനെ തിരിഞ്ഞു പോകണം +2 കഴിഞ്ഞിട്ട് എന്നുള്ളത് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുക. അതുകൊണ്ട് നല്ല മാർക്ക് മേടിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ഏരിയ തന്നെ പഠിക്കട്ടോ.